പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 3-4 ദിവസങ്ങൾ കഴിഞ്ഞാൽ പൊതുപരീക്ഷ ആരംഭിക്കുകയായി. പരീക്ഷയുടെ ടൈം ടേബിൾ തുറന്നു വെക്കുമ്പോൾ തന്നെ തലവേദനയുണ്ട് അല്ലേ? പേടിയും ടെൻഷനും സമ്മർദ്ദവും ഒക്കെ ചേർന്ന് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലൂടെയാണ് നിങ്ങളെല്ലാവരും കടന്നു പോകുന്നത്. പരീക്ഷ എന്ന് കേൾക്കുമ്പോഴും പരീക്ഷയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഒരു പേടി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിൽ വലിയ രീതിയിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് സ്വപ്നങ്ങളുള്ളതുകൊണ്ടും നിങ്ങൾക്ക് ലക്ഷ്യങ്ങളുള്ളതുകൊണ്ടും നിങ്ങൾ അവയെ ശരിയായ രീതിയിൽ കെയർ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടുമാണ് നിങ്ങൾക്ക് ആ പേടി തോന്നുന്നത്. ഇത് വെറും ആകുലതകൾ മാത്രമാണ്. ഈ സമയം വളരെ നല്ല രീതിയിൽ കടന്നു പോകും. പഠനത്തിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങളെല്ലാവരും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ സ്മാർട്ടായി പഠിക്കുന്നതാണ് നല്ലത്. പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആശയം കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ഫോക്കസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അതല്ലാതെ ബ്ലൈൻഡായി മെമ്മറൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾ ആ കാര്യങ്ങൾ മറന്നുപോവുക മാത്രമേ ഉള്ളൂ. കൂടാതെ ആവർത്തിച്ചുകൊണ്ട് റീവൈസ് ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ റീവൈസ് ചെയ്തുകൊണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. കൂടാതെ എല്ലാ ഉത്തരങ്ങളും എന്നല്ല, ദൈർഘ്യമേറിയ ഉത്തരങ്ങൾ, നീളമേറിയ ഉത്തരങ്ങൾ നിങ്ങൾ തീർച്ചയായും എഴുതി പഠിക്കുക തന്നെ വേണം. കാരണം എഴുതി പഠിക്കുന്നതിലൂടെ നിങ്ങളുടെ ഓർമ്മയിൽ ഈ കാര്യങ്ങൾ നിലനിൽക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുകയാണ് നിങ്ങൾ ആദ്യമായിട്ട് വേണ്ടത്. നിങ്ങൾക്ക് തന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള രീതിയിലുള്ളൊരു പ്ലാൻ തയ്യാറാക്കുക. അല്ലാതെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ ഷെഡ്യൂൾ ഉണ്ടാക്കി നിങ്ങൾക്ക് പഠിച്ച് ഒന്നും എത്താത്ത രീതിയിലേക്ക് നിങ്ങൾ പതറിപ്പോകാൻ പാടില്ല. ഒരു 45-50 മിനിറ്റ് നേരം തുടർച്ചയായി പഠിക്കുക. അതിനുശേഷം ഒരു 5-10 മിനിറ്റത്തെ ഒരു ബ്രേക്ക് എടുക്കുക. ഒരു ഡീപ്പ് ബ്രീത്തൊക്കെ എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്ത് വീണ്ടും അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ. വളരെ എളുപ്പമുള്ളൊരു സബ്ജക്റ്റ് പഠിച്ചതിന് ശേഷം കുറച്ചുകൂടി കാഠിന്യം കൂടിയ മറ്റൊരു സബ്ജക്റ്റ്, ഒരു ഹെവി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നൊരു സബ്ജക്റ്റ് എടുക്കുക. അങ്ങനെ മാറിക്കൊണ്ട് ചെയ്യുക. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പായി റിവിഷൻ പ്ലാൻ ചെയ്ത് കൃത്യമായി റീവൈസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക. എപ്പോഴും ഓർമ്മിക്കുക, ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റുന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസിനെ എപ്പോഴും കൺസിസ്റ്റൻസി ബീറ്റ് ചെയ്യും. അതുകൊണ്ട് കൃത്യതയോടുകൂടി കൺസിസ്റ്റൻ്റായി നിങ്ങൾ ഈ പഠനക്രമം, സ്റ്റഡി പ്ലാൻ റിപ്പീറ്റ് ചെയ്ത് പാലിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഡിസ്ട്രാക്ഷൻസ് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് അടുത്തതായി നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പഠനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഫോണിനെ പരീക്ഷാകാലത്ത് പരിപൂർണമായിട്ട് മാറ്റിവെക്കുന്നതിനാണ് നല്ലത്. ഇനി അഥവാ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി ഫോൺ നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ പരിപൂർണമായിട്ടും ഒഴിവാക്കുക. അടുത്തതായി മറ്റുള്ളവരുമായി നിങ്ങളെ തന്നെ സ്വയം താരതമ്യപ്പെടുത്തുക. താരതമ്യം എന്ന് പറയുന്ന ആത്മവിശ്വാസം കുറക്കും. അയ്യോ, അവനൊക്കെ പഠിച്ചു, ഞാനൊന്നും പഠിച്ചില്ല എന്നുള്ള രീതിയിലുള്ള നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾ പാടെ ഒഴിവാക്കണം. കാരണം ഓരോരുത്തർക്കും അവനവൻ്റേതായ ഒരു സ്പീഡുണ്ട്. അപ്പോൾ നിങ്ങളുടെ പുരോഗതി ആയിരിക്കണം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളെ മറ്റുള്ളവരുമായി നിങ്ങൾ തന്നെ താരതമ്യപ്പെടുത്താതിരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ താരതമ്യം ആത്മവിശ്വാസം തീർച്ചയായും കുറക്കും. നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പുരോഗതി മാത്രമായിരിക്കണം. അടുത്തതായി ഉറക്കം ചതിക്കരുത്. പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും ഉറക്കമിളച്ച് പഠിക്കണമെന്നോ അല്ലെങ്കിൽ പഠിക്കുന്നതിനിടയിൽ ഉറങ്ങിപ്പോകരുതെന്നോ മറ്റോ ആണ് ഞാൻ പറയുന്നത്. അല്ല, നിങ്ങൾ ഉറങ്ങണം. ഒരു ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കണം. അതാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ സഹായിക്കുക. ഉറക്കത്തിലാണ് നിങ്ങളുടെ ബ്രെയിൻ അതിൽ ശേഖരിച്ച് വെക്കപ്പെട്ടിരിക്കുന്ന ഇൻഫോർമേഷൻസിനെ ക്രമീകരിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഫ്രഷായി പിറ്റേത്തെ ദിവസം പരീക്ഷ എഴുതാനോ അല്ലെ പിറ്റേത്തെ ദിവസം പഠിക്കാനോ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഉറക്കമിളച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ലേറ്റ് നൈറ്റ് പാനിക് സ്റ്റഡി നിങ്ങളുടെ നെക്സ്റ്റ് ഡേ പെർഫോമൻസിനെ പ്രതികൂലമായി ബാധിക്കുക മാത്രമേ ഉള്ളൂ. എ ഫ്രഷ് ബ്രെയിൻ റൈറ്റ്സ് ബെറ്റർ ആൻസേഴ്സ്. പരീക്ഷാ ദിവസം എക്സാമിനേഷൻ ഹാളിൽ എത്തിക്കഴിഞ്ഞ് ചോദ്യപേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ എന്താ ആദ്യം ചെയ്യുക? ആദ്യം തന്നെ ഒരു ഡീപ്പ് ബ്രത്ത് എടുക്കുക. വളരെ ശാന്തനായി വളരെ കാമായി എല്ലാ ചോദ്യങ്ങളും ഒരാവർത്തി വായിച്ചു നോക്കുക. എന്നിട്ട് ഏറ്റവും ഈസിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങൾക്ക് ഏറ്റവും ആത്മവിശ്വാസമുള്ള ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം നൽകിക്കൊണ്ട് തുടങ്ങുക. ഇനി ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ മുമ്പിൽ എത്തിയെന്നിരിക്കുക. എന്താ ചെയ്യുക? സ്കിപ്പ് ചെയ്തേക്കുക ആൻഡ് മൂവ് ഫോർവേഡ്. കാരണം വൺ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഈസ് നോട്ട് ഗോയിങ് ടു ഡിസൈഡ് യുവർ റിസൾട്ട്. പിന്നീട് വന്ന് അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ച് ആലോചിച്ച് എഴുതാൻ ശ്രമിക്കുക. ആ സമയത്ത് നിങ്ങളതിന് വിട്ടേക്കുക. നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത് നിങ്ങളുടെ അക്കാഡമിക് സ്ട്രെങ്ത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ മൈൻഡ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രെസ് അനുഭവപ്പെടുകയാണെങ്കിൽ ടോക്ക് ടു യുവർ ടീച്ചർ ഓർ ടോക്ക് ടു യുവർ പാരൻസ്. അതുപോലെ ശാന്തമായിട്ടുള്ള മ്യൂസിക് കേൾക്കുക, അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി അല്പം നടക്കുക. ഈ രീതിയിൽ നിങ്ങൾ റിലാക്സ് ചെയ്യിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. കാരണം നല്ല രീതിയിൽ പരീക്ഷ എഴുതാനും പരീക്ഷകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുവാനും ശാന്തമായ ആരോഗ്യമുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏറ്റവും അവസാനമായി നിങ്ങൾക്ക് നിങ്ങളിൽ ഏറ്റവും ശക്തമായ വിശ്വാസം ഉണ്ടായിരിക്കണം. മാർക്സ് ആർ ഇമ്പോർട്ടൻറ്റ്, ബട്ട് ദേ ആർ നോട്ട് എവറിത്തിങ്. യുവർ ആറ്റിറ്റ്യൂഡ്, യുവർ കോൺഫിഡൻസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് റെസിലിയൻസ് വിൽ ഷേപ്പ് യുവർ ഫ്യൂച്ചർ മോർ ദാൻ വൺ എക്സാം. ദിസ് ഈസ് ഓൺലി എ ചാപ്റ്റർ ഇൻ യുവർ ലൈഫ്, നോട്ട് ദ ഹോൾ ബുക്ക്. ഇന്ന് തൊട്ട് 10 വർഷങ്ങൾക്കപ്പുറം നിങ്ങൾ എഴുതിയ എല്ലാ ഉത്തരങ്ങളും നിങ്ങൾ ഓർത്തു വെക്കണമെന്നില്ല.
പക്ഷേ 10 വർഷങ്ങൾക്ക് ശേഷം ഈ പരീക്ഷാ കാലഘട്ടത്തെ ഓർക്കുമ്പോൾ അന്ന് നിങ്ങൾ എത്ര സ്ട്രോങ് ആയ ഒരു വ്യക്തിയായിരുന്നുവെന്ന് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. അതുകൊണ്ട് സ്റ്റഡി വിത്ത് ഫോക്കസ്, റൈറ്റ് വിത്ത് കോൺഫിഡൻസ്. നിങ്ങളുടെ പരീക്ഷാ ഹാളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നല്ല ആത്മവിശ്വാസത്തോടു കൂടി കയറി ചെല്ലുക. കാരണം യു ആർ സ്ട്രോങ്ങർ ദാൻ യുവർ ഫിയർ.